ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. നമ്മളിൽ മിക്കവാറും ആളുകളും ഇപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് FD, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റും അല്ലെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും, ഇങ്ങനെയുള്ള എല്ലാ സേവിങ്സും ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സേവിങ്സ്, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്? വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്, പവർഡ് ബൈ ഹോംസ് ഫൈനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. യഥാർത്ഥത്തിൽ നിങ്ങൾ എപ്പോഴാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നത്? അതായത് നിങ്ങളുടെ കയ്യിലുള്ള പണം വരാൻ പോകുന്ന ഒരു 5-10 വർഷം കഴിയുമ്പോൾ ഇന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഈ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റണം. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിൽ കൂടുതൽ, അത് ഇന്ന് മേടിക്കുന്നതിൽ കൂടുതൽ സാധനങ്ങൾ നമുക്ക് 10 വർഷം കഴിയുമ്പോൾ മേടിക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെയാണ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും ചിട്ടിയും അതാണ് നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നതെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇപ്പോൾ സാധാരണ FDയേക്കാൾ വരുമാനം തരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അഥവാ മ്യൂച്വൽ ഫണ്ടിലെ SIP എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിങ്ങളൊരു 10,000 രൂപ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് 6% ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം 600 രൂപയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി SIPയിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിലോ 10,000 രൂപ നിക്ഷേപിച്ചാൽ അതിൻ്റെ ഒരു ലോങ് ടൈം ആവറേജ് റിട്ടേൺ പ്രകാരം നിങ്ങൾക്ക് ഒരു 10% റിട്ടേൺ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം 1000 രൂപ കിട്ടും. ഇനി ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് ഇന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റില്ല. കാരണം വരും വർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു വിലക്കയറ്റം അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഇത് നിങ്ങൾ ഒരു പക്ഷേ കൺസിഡർ ചെയ്യുന്നില്ലായിരിക്കാം. ഇപ്പോൾ ഒരു വർഷത്തെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 5% മുതൽ 6% ഇടയ്ക്കാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ മേടിക്കാതെ നാളത്തേക്ക് മാറ്റി വയ്ക്കുന്ന പണം 6% കൂടുതൽ റിട്ടേൺ നിങ്ങൾക്ക് തരാൻ പറ്റണം. അപ്പോൾ എന്നാൽ മാത്രമേ ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന ആ സെയിം അവസ്ഥയിൽ വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. സാധാരണ ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് NRIs പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ റിട്ടേണും അതുപോലെ ഇൻഫ്ലേഷനും ഒന്നും പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാതെയാണ്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംവിധാനം, രീതി, അവന്യൂ, അത് ഏതായാലും, ഇപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയാലും ഇൻഷുറൻസ് ആയാലും എന്തായാലും, അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ, അതായത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു എക്സ്പെർട്ടിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യണം, നിങ്ങൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഉദാഹരണത്തിന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ 10,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 600 രൂപയാണ് ഒരു കൊല്ലത്തെ റിട്ടേൺ. അപ്പോൾ എന്നാൽ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ നമ്മൾ 10,000 നിക്ഷേപിച്ചാൽ നമുക്ക് ചിലപ്പോൾ അതിൽ കൂടുതൽ റിട്ടേൺ, ഒരു 1000 രൂപ നമുക്ക് റിട്ടേൺസ് ആയിട്ട് കിട്ടും 10% ആണെങ്കിൽ. ഇനി FDയുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 600 രൂപ, ഇൻഫ്ലേഷൻ 6% പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബാലൻസ് എത്രയാണ്? 0ആണ്. അതായത് FDയിൽ നിങ്ങൾ 10,000 രൂപ ഇട്ടു, നിങ്ങൾക്ക് 6% റിട്ടേൺ ആണ് കിട്ടിയത്. ഒരു കൊല്ലത്തെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതാണ് 6%. അപ്പോൾ ആക്ച്വലി ഒരു കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ് FDയിലാണെങ്കിൽ. അപ്പോൾ ഇനി മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ SIPയിലാണ് നിക്ഷേപിക്കുന്നതെങ്കിലോ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 10% ആയിരിക്കും. അപ്പോൾ 6 രൂപ, അതായത് 6% എന്ന് പറയുന്ന ഇൻഫ്ലേഷൻ അതിൽ നിന്ന് കുറച്ചാലും ബാലൻസ് നിങ്ങൾക്കൊരു 400 രൂപ നിങ്ങളുടെ കയ്യിൽ ഏണിങ്സ് ആയിട്ട് ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വരുന്ന വർഷങ്ങളിൽ വ്യക്തമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് വളരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് വളരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു എക്സ്പെർട്ടിൻ്റെ സഹായത്തോടെ ഈ കാൽക്കുലേഷൻസ് ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ, അതായത് ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഇൻഫ്ലേഷനും നിങ്ങളുടെ റിട്ടേൺസും ഒക്കെ പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളത് സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ സേവിങ്സ് കൊണ്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടോ ഭാവിയിൽ ഗുണമുണ്ടാകൂ. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുകയും ഒരു എക്സ്പെർട്ടിൻ്റെ സഹായത്തോടെ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഫെയിലിയർ വരാതെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യാൻ ശ്രമിക്കണം. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.